എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സബ്ജക്റ്റിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഇതൊരു പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഈ ഒരു പാർട്ടിൽ ആദ്യത്തെ 2 മൊഡ്യൂളിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആയിരിക്കും. ദെൻ അടുത്ത പാർട്ടിൽ ബാക്കി 3 മൊഡ്യൂളിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ 2 മൊഡ്യൂളിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. PDF ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം റെഫർ ചെയ്ത് നിങ്ങൾ പോവരുത്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടോ അല്ലെങ്കിൽ PDF നോട്ടോ ടെക്സ്റ്റ് ബുക്കോ റെഫർ ചെയ്ത് പഠിക്കണം. ഓക്കെ, അതേപോലെ തന്നെ പ്രോബ്ലവും നോക്കുക. പ്രോബ്ലം അറിയില്ലെങ്കിലും തിയറി വെച്ച് നിങ്ങൾക്ക് പാസ്സാവാനൊക്കെ പറ്റും, നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. എന്നാലും പ്രോബ്ലം സിമ്പിളാണ്. ഓക്കെ, ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മീനിങ് പഠിച്ചു വെക്കുക. ഡിഫൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നായിരിക്കും. ഷാർപ്പ് കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് നമ്മൾ നോക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് സാക്രിഫൈസ് ഓഫ് സെർട്ടൈൻ പ്രസൻറ്റ് വാല്യൂ ഫോർ സം അൺസെർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂ. അപ്പോൾ ഒരു സാക്രിഫൈസ് ആണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ കിട്ടുന്നു, അതിലൊരു 50 രൂപ നമ്മൾ മാറ്റി വെക്കുകയാണ്. ആ 50 രൂപയ്ക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം നടത്താം. അങ്ങനെ ആവശ്യം നടത്താതെ നമ്മളത് സാക്രിഫൈസ് ചെയ്തിട്ട് വെക്കുകയാണ്, ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫ്യൂച്ചറിൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ എഴുതുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ സാക്രിഫൈസ്. ആ ഒരു പോയിന്റ് അവിടെ ഉണ്ടാവണം. അതൊരു കീ വേർഡാണ്. പലരും ഇപ്പോൾ കീ വേർഡ് പറഞ്ഞു തരുമെന്ന് ചോദിക്കാറുണ്ട്. സാക്രിഫൈസ് ഓഫ് പ്രസൻറ്റ് വാല്യൂ ഫോർ അൺസെർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂ. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ സാക്രിഫൈസ് ചെയ്യാണ് ഫോർ എന്തിനു വേണ്ടിയിട്ട്? ഫ്യൂച്ചർ വാല്യൂക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സാക്രിഫൈസ് ആണ്, പ്രസൻറ്റ് വാല്യൂ ആണ് സാക്രിഫൈസ് ചെയ്യുന്നത് ഫ്യൂച്ചർ വാല്യൂവിന് വേണ്ടിയിട്ട്. ക്ലിയർ? കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹു ഈസ് ഇൻവെസ്റ്റർ? ആരാണ് ഇൻവെസ്റ്റർ എന്ന്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇൻവെസ്റ്റർ ഈസ് എ പേഴ്സൺ ഓർ ആൻ ഓർഗനൈസേഷൻ. ഇൻവെസ്റ്റർ ഈസ് എ പേഴ്സൺ ഓർ ആൻ ഓർഗനൈസേഷൻ. ഇൻവെസ്റ്റർ ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു സ്ഥാപനമാവാം. ഹു പ്രൊവൈഡ്സ് ക്യാപിറ്റൽ. അവർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് റിട്ടേൺ. എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് അവർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്? റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടാണ്. അപ്പോൾ ഇൻവെസ്റ്റർ എന്ന് ചോദിച്ചാൽ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. ഇൻവെസ്റ്റർ ഈസ് എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ കൊണ്ടുവരുന്നു വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് റിട്ടേൺ. അവരെന്ത് എക്സ്പെക്ട് ചെയ്യുന്നു? റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നു. അതിനെയാണ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ബോണ്ട് ഈൽഡ് എന്താണെന്ന്. ബോണ്ട് ഈൽഡ് സിംപ്ലി മീൻസ് റിട്ടേൺ ഓൺ ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ബോണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ബോണ്ടിൽ നിന്ന് നമുക്ക് എന്താണോ റിട്ടേൺ കിട്ടുന്നത് അതിനെയാണ് ബോണ്ട് ഈൽഡ്സ് എന്ന് പറയുന്നത്. ഒരൊറ്റ ലൈനിൽ നമ്മൾ അതിൻ്റെ മീനിങ് പഠിച്ചു കഴിഞ്ഞു. ബോണ്ട് ഈൽഡ് റിട്ടേൺ ആണ്. സോ ഇൻവെസ്റ്റ്മെന്റിന്റെ കീവേഡ് എന്താണ്? സാക്രിഫൈസ് പ്രസന്റ് വാല്യൂ ഫോർ അൺസെർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂ. ഇൻവെസ്റ്റർ എന്താണ്? ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ്. ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു, പകരം അവർ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു? റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മുടെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബോണ്ട് ഈൽഡ് ആയിരുന്നു മൂന്നാമത്തത്. ബോണ്ട് ഈൽഡ് എന്ന് പറയുമ്പോൾ റിട്ടേൺ ഓൺ ബോണ്ട്, ബോണ്ടിൽ നിന്നുള്ള റിട്ടേൺ. സ്പെക്യുലേഷൻ. ഇറ്റ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് അസെറ്റ്സ് ഓർ സെക്യൂരിറ്റീസ് വിത്ത് ദി എക്സ്പെക്ടേഷൻ ഓഫ് ഗെറ്റിംഗ് പ്രോഫിറ്റ് ഫ്രം ദി പ്രൈസ് ഫ്ലക്ച്വേഷൻ. പ്രൈസ് ഫ്ലക്ച്വേഷനിൽ, പ്രൈസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടി അസെറ്റ്സോ സെക്യൂരിറ്റീസോ സെല്ല് ചെയ്യുകയും ബൈ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്പെക്യുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെക്യുലേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട് 2 മാർക്കിന്. സ്പെക്യുലേഷൻ മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് അസെറ്റ്സ് വിത്ത് ദി എക്സ്പെക്ടേഷൻ ഓഫ് ഗെറ്റിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട്. എപ്പോഴാണ് അവർ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്? പ്രൈസ് ഫ്ലക്ച്വേഷനിലാണ് അവർ പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് സെബിയുടെ ലാസ്റ്റ് മൊഡ്യൂളായ സെബിയുടെ ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സും ഒക്കെ എസ്സേ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഈസി പോയിന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിസ്ക്, സിസ്റ്റമാറ്റിക് റിസ്ക്, അൺസിസ്റ്റമാറ്റിക് റിസ്ക്, അതിൻ്റെ ടൈപ്സും സിമ്പിൾ പോയിന്റ്സിലൂടെ PDF ഉള്ളതിനേക്കാൾ ഒരൊറ്റ ലൈനിലൂടെ കീവേഡിലൂടെ പഠിക്കാനുള്ള ആ ഒരു പോയിന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, PDF അല്ലാത്തതുകൊണ്ടാണ് അത് ടെലഗ്രാമിലൂടെ ഷെയർ ചെയ്യാത്തത്. ജസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഞാനത് സെൻഡ് ചെയ്ത് തരാം. അടുത്തതാണ് ഗാംബ്ലിംഗ്.
ഗാംബ്ലിംഗ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചൂതാട്ടമാണ്, പ്ലഷർ എന്ന് പറഞ്ഞാൽ സന്തോഷം, ഉല്ലാസം എന്നൊക്കെയുള്ള അർത്ഥമാണ്, പെയിൻ എന്ന് പറഞ്ഞാൽ സങ്കടം. ഗാംബ്ലിംഗ് ചൂതാട്ടം കളിച്ചാൽ ചിലപ്പോൾ നമുക്ക് പൈസ കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ്, പൈസ പോയാൽ നമുക്ക് സങ്കടമാണ്. അതാണ് പറഞ്ഞത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഈസി മണി ഫോർ ലേസി പീപ്പിൾ. മടിയുള്ള ആളുകൾക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ളൊരു മാർഗമാണ് ഈ ചൂതാട്ടം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗെയിം ഓർ ചാൻസ്. ഇതൊരു ചാൻസ് മാത്രമാണ്. ചിലപ്പോൾ നമ്മൾ ചൂതാട്ടത്തിന് പോയാൽ നമ്മുടെ കയ്യിലെ മുഴുവൻ പൈസയും പോവും, ചിലപ്പോൾ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഗാംബ്ലിംഗ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ എന്ന് എഴുതുക. അതിനുശേഷം എഴുതുക ഒരു ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് എന്ത് പറയാം, അതൊരു ചാൻസ് ആണെന്ന് പറയാം. അടുത്തതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്? എൻ ഇൻഡെക്സ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓർ മെഷറിംഗ് സംതിങ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ചേഞ്ചസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ വേരിയേഷൻസ് കാണിക്കുന്നു. ദെൻ ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്നൊന്ന് നോക്കുക. ദെൻ റിട്ടേൺ എന്താണ്? റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ബെനിഫിറ്റ് അക്രൂഡ് ഓൺ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അത്ര ഓർത്താൽ മതി. അപ്പോൾ റിട്ടേൺ എന്താണെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റിനെയാണ് റിട്ടേൺ എന്ന് പറയുന്നത്. ദെൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്താണെന്നുള്ളത് നോക്കുക. ദെൻ റിസ്ക് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ടു അക്കംപ്ലിഷ് എൻ ഒബ്ജക്റ്റീവ്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിനൊരു മീനിങ് ഇവിടെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫെയിലിയർ ടു അക്കംപ്ലിഷ് എൻ ഒബ്ജക്റ്റീവ്. ഇനി ഓരോ റിസ്കിൻ്റെയും കീ പോയിന്റ്സ് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ തരാം. സിസ്റ്റമാറ്റിക് റിസ്ക് അതൊരു നോൺ ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ്. നമുക്ക് ഒരിക്കലും ആ റിസ്ക് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. എക്കണോമിക്, സോഷ്യോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ, സാമൂഹികപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഉണ്ടായേക്കാവുന്ന റിസ്കിനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അതൊരു നോൺ ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത്, സിസ്റ്റമാറ്റിക് റിസ്ക് ഒരു നോൺ ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഫാക്ടേഴ്സ് ലൈക്ക് എക്കണോമിക്, സോഷ്യോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കലോ അല്ലെങ്കിൽ സോഷ്യോളജിക്കലോ അല്ലെങ്കിൽ എക്കണോമിക് ഫാക്ടേഴ്സ് കാരണം വരുന്ന നോൺ ഡൈവേഴ്സിഫയബിൾ ആയിട്ടുള്ള റിസ്കിനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യാം. ഇതിൽ ഞാൻ ആ പോയിന്റ് അങ്ങനെ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഇറ്റ് ഈസ് എ ഡൈവേഴ്സിഫയബിൾ റിസ്ക്. അപ്പോൾ സിസ്റ്റമാറ്റിക്കിനും അൺസിസ്റ്റമാറ്റിക്കിനും ഒറ്റ ലൈനിൽ നമുക്ക് എങ്ങനെ പറയാം? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എസ് എ വരെ ചോദിക്കും. ഷോർട്ടായിട്ട് ചോദിക്കുന്നത് മാത്രമല്ല, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് എസ് എ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുമ്പോൾ അത് നോൺ ഡൈവേഴ്സിഫയബിൾ ആണ്. അൺസിസ്റ്റമാറ്റിക്കോ അത് ഡൈവേഴ്സിഫയബിൾ ആണ്. സിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തടഞ്ഞു നിർത്താൻ പറ്റില്ല. അത് എക്കണോമിക്, സോഷ്യോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടുവരുന്ന റിസ്ക് ആണ് ഇത് സിസ്റ്റമാറ്റിക് റിസ്ക്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ്. അതിനെ നമുക്ക് തടയാം. അതെന്തൊക്കെയാണ്? ലേബർ സ്ട്രൈക്ക്, തൊഴിലാളികളുടെ സമരം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. മാനേജ്മെന്റിലെ ചേഞ്ചസ് അത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അടുത്തത് മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്ക് ഈസ് എ ടൈപ്പ് ഓഫ് റിസ്ക് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫ്ലക്ച്വേഷൻസ് ഇൻ ദി സെക്യൂരിറ്റി റിട്ടേണിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷനെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ അല്ലെങ്കിൽ വേരിയേഷനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. പർച്ചേസിംഗ് പവർ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇൻഫ്ലേഷൻ. ആ ഒരൊറ്റ ലൈൻ മതി. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസ്ക് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന റിസ്ക് ആണ് പർച്ചേസിംഗ് പവർ റിസ്ക്. ദെൻ ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസ്ക് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡൂയിങ് എ ബിസിനസ് ഇൻ എ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി. ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്കിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ദെൻ ലിക്വിഡിറ്റി റിസ്ക്കും റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് മണി. നമ്മൾ മണി പിന്നെ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള റിസ്കിനെയാണ് റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ഈസ് എ ടൈപ്പ് ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് മണി.
Liquidity risk is a type of risk associated with the secondary market. Then international risk ഉണ്ട്. International risk is a type of risk which is associated with the exchange rate risk. Then beta. Beta ഒരു statistical measure ആണ് of a systematic risk of a security. അപ്പോൾ അതൊരു സെക്യൂരിറ്റീൻ്റെ സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് ബീറ്റ. ആൽഫയും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. അതെന്താണ് ചെയ്യുന്നത്? റെസിജ്വൽ റിസ്ക് ആണ് മെഷർ ചെയ്യുന്നത്. പിന്നെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ CAPM എന്താണെന്ന് ചോദിക്കും. CAPM എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിംഗ് മോഡലാണ്. ഇതൊരു ഫിനാൻഷ്യൽ മോഡലാണ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ, റിസ്കിൻ്റെയും അതുപോലെ തന്നെ റിട്ടേണിൻ്റെയും ഒരു കാൽക്കുലേഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് CAPM. പിന്നെ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ. സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് CAPM. നമ്മൾ നേരത്തെ നോക്കിയ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലില്ലേ? ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സെക്യൂരിറ്റി മാർക്കറ്റ് മോഡലാണ്. അതൊരു ഫിനാൻഷ്യൽ മോഡലാണ്. അതോടൊപ്പം അതിൻ്റെ കൂടെ നമ്മൾ അത് എക്സ്പെക്റ്റഡ് റിട്ടേണും റിസ്ക്കും തമ്മിലുള്ള ആ ഒരു കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SML. ഒറ്റ ലൈനിൽ പഠിച്ചാൽ മതി. SML ഈസ് ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് CAPM. CAPMൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് SML. അടുത്തത് മൊഡ്യൂൾ 2-ലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഈസ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ എ ഗവൺമെന്റ്, കോർപ്പറേഷൻസ് ഓർ അതർ എൻറ്റിറ്റി ടു ഫിനാൻസ് ആൻഡ് എക്സ്പാൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഗവൺമെന്റോ കമ്പനിയോ ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിനെയാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി. അടുത്തതാണ് ഫിക്സഡ് റേറ്റ് ബോണ്ട്. ഫിക്സഡ് റേറ്റ് ബോണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, ബോണ്ടിന്റെ ടൈപ്പ് ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി കേട്ടോ. അതിന്റെ ഇൻട്രസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റ് ഫിക്സഡ് ആയിരിക്കില്ല. സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ബോണ്ടാണ്. പെർപ്പച്വൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റി ഇല്ലാത്ത ബോണ്ടാണ്. ബെയറർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബോണ്ട് ഹോൾഡറുടെ പേര് ക്യാരി ചെയ്യാത്ത ബോണ്ടാണ് ബെയറർ ബോണ്ട്. വാർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറിന്റെ സമയത്ത് ഫണ്ട് റൈസ്, ഫൈൻഡ് എന്നാണ് അവിടെ എഴുതിയത്, ഫണ്ടാണ്, FUND ആണ്. വാറിന്റെ സമയത്ത് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോണ്ടാണത്. സീരിയൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മെച്യൂരിറ്റി പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ബോണ്ടാണ് സീരിയൽ ബോണ്ട്. അപ്പോൾ ബോണ്ടിന്റെ ടൈപ്പ് ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. ഒരൊറ്റ വാക്കിൽ എല്ലാത്തിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തത് ഫിക്സഡ് റേറ്റ് ബോണ്ട്. ഫിക്സഡ് റേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഫിക്സഡ് ആയിരിക്കില്ല. സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ റെഗുലർ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഇൻഫ്ലേഷൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ട് ആയിരിക്കും. പെർപ്പച്വൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടായിരിക്കില്ല. ബെയറർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഹോൾഡറുടെ നെയിം ക്യാരി ചെയ്യില്ല. വാർ ബോണ്ട് എന്ന് പറഞ്ഞാൽ വാറിന്റെ ടൈമിൽ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്. സീരിയൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ ഇൻസ്റ്റാൾമെന്റ്. ഇനി എന്താണ് മെച്യൂരിറ്റി ഡേറ്റ്? മെച്യൂരിറ്റി ഡേറ്റ് റെഫേഴ്സ് ടു ഫൈനൽ ഡേറ്റ് ഫോർ പേയ്മെന്റ് ഓഫ് എനി ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്. ഏതൊരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റിന്റെയും പേയ്മെന്റ് നടത്തേണ്ട അവസാന തീയതിയാണ് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്. YTM വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് YTM എന്ന് ചോദിച്ചാൽ ഈൽഡ് ടു മെച്യൂരിറ്റിനെയാണ് YTM എന്ന് പറയുന്നത്. ഇതൊരു ഡിസ്കൗണ്ട് റേറ്റ് ആണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കി വെക്കണം. YTM എന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ദാറ്റ് ഇക്വേറ്റ്സ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ബോണ്ട് ക്യാഷ് ഫ്ലോ ടു ദി ബോണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ബോണ്ടിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസും ബോണ്ടിന്റെ ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള അത് ഇക്വേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഈൽഡ് ടു മെച്യൂരിറ്റി. ഈൽഡ് ടു കോൾ എന്താണെന്നും കൂടെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. YTC ആണ് ഈൽഡ് ടു കോൾ. ദെൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് ചോദിക്കും. ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് എ കളക്ഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് അലോ ദ എക്സ്ചേഞ്ച് ഓഫ് ഫണ്ട്. ഫണ്ട് എക്സ്ചേഞ്ച് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു കളക്ഷനാണ് ഫിനാൻഷ്യൽ സിസ്റ്റം. ബാങ്കും ഇൻഷുറൻസ് കമ്പനിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ അതിൽ ഉൾപ്പെടും. ദെൻ ഡിവിഡൻഡ് മെത്തേഡ് എന്താണ്? ഈൽഡ് മെത്തേഡ് നോക്കുക. ബോണ്ടും ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്. ബോണ്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇഷ്യൂ ചെയ്യുക. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. ബോണ്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഷെയർ ഇഷ്യൂ ചെയ്യുക കമ്പനിയാണ്. ബോണ്ടിൽ പ്രധാനമായിട്ടും വരുന്ന റിസ്ക് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്കും ഇൻഫ്ലേഷൻ റിസ്ക്കുമാണ്. ഷെയറിൽ മാർക്കറ്റ് റിസ്ക്കും ബിസിനസ് റിസ്ക്കുമാണ്. ബോണ്ട് ഹോൾഡർ ഒരു ലെൻഡർ ആയിരിക്കും, പക്ഷേ ഷെയർ ഹോൾഡർ ഒരു റിയൽ ഓണർ ആയിരിക്കും.
പിന്നെ ബോണ്ടിൻ്റെ ഒരു മീനിങ് പഠിച്ചു വെക്കുക. സെക്യൂരിറ്റി വാല്യൂഷൻ, ബോണ്ട് വാല്യൂഷൻ, അതുപോലെ ഇക്വിറ്റി ഷെയർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചതായിരിക്കും. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ നോക്കുക. ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ്, UK ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയാണെന്ന് പറയുന്നത് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്കൗണ്ട് DDM എന്താണെന്ന് നോക്കുക, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലാണ്. താങ്ക് യു.